നരേന്ദ്രമോദിയുടെ സന്ദർശനം കേരളത്തിൽ ഗുണം ചെയ്യുമോ? മറ്റു മുന്നണികളുടെ മറുതന്ത്രം എന്തായിരിക്കും? അതാണ് ഇന്ന് ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതിയിൽ നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് ഗുഡ് ഈവനിംഗിൽ ആർ റോഷിപാൽ, ലേബി സജീന്ദ്രൻ, പ്രവീൺ പുരുഷോത്തമൻ എന്നിവരാണ്. നമുക്കാദ്യം റോഷിപാലിലേക്ക് പോകാം. വെരി ഗുഡ് ഈവനിംഗ് റോഷിപാൽ. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി അത് പത്തനംതിട്ടയിൽ വോട്ടായി മാറുന്ന ഒരു സാഹചര്യം ഉയരുന്നുണ്ടോ എന്നതാണ് അറിയേണ്ടത്. അനിൽ ആന്റണി എന്ന യുവ നേതാവിനെ ഇറക്കുന്നു. ആ യുവത്വത്തിന്റെ ഒരു പ്രസരിപ്പ് വോട്ടായി മാറുമോ റോഷി? സുജയ, ഈ തവണ BJP പത്തനംതിട്ട മണ്ഡലത്തിൽ അനിൽ ആന്റണിയെ ഇറക്കിയതിന് പിന്നിൽ വലിയ ലക്ഷ്യമുണ്ട്. ഒന്ന്, ന്യൂനപക്ഷ വോട്ടുകൾ, അതാണ് ഏറ്റവും പ്രധാനം. കാരണം കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പലതരത്തിലുള്ള അനുകൂല സാഹചര്യത്തിൽ മത്സരിച്ചപ്പോൾ 3ാം സ്ഥാനത്ത് തള്ളപ്പെട്ടെങ്കിൽ പോലും ഏതാണ്ട് 3 ലക്ഷത്തിലേറെ വരുന്ന വോട്ടുകൾ BJP നേടിയിട്ടുണ്ട്. ആ വോട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന നിലയിൽ നിലനിർത്തി ന്യൂനപക്ഷ വോട്ടുകൾ, ക്രിസ്തീയ വോട്ടുകൾ കൈവശപ്പെടുത്തുക എന്ന പ്രധാന ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് BJP നടന്നു നീങ്ങുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് PC ജോർജ് ഉൾപ്പെടെയുള്ളവരെ, അൽഫോൺസ് കണ്ണന്താനം ഉൾപ്പെടെയുള്ളവരെ പ്രചാരണത്തിനിറക്കുന്നു. അവരെ പ്രചാരണത്തിൻ്റെ ചുക്കാൻ ഏൽപ്പിക്കുന്നു. അനിൽ ആന്റണി പ്രചാരണത്തിൽ സജീവമാകുന്നു. ഒന്ന്, കർഷകരുടെ പ്രശ്നങ്ങളുണ്ട്. മലയോര കർഷകർ നേരിടുന്ന വലിയ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളടക്കം ഇന്ന് പ്രധാനമന്ത്രി ഇവിടെ കൃത്യമായി പ്രതിപാദിച്ചു. സർക്കാർ മലയോര കർഷകരെ, പ്രത്യേകിച്ച് റബ്ബർ കർഷകരെ അവഗണിക്കുന്നത് പ്രധാനമന്ത്രി ആവർത്തിക്കുകയാണ്. സംസ്ഥാന സർക്കാരിനെ ഈ വിഷയത്തിൽ നിരന്തരം കുറ്റപ്പെടുത്തുന്നു. സർക്കാരിൻ്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം. ഇതുവരെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിലാണ് പ്രധാനമന്ത്രി പലവട്ടമായി കേരളത്തിലേക്ക് എത്തുന്നത്. വളരെ ശ്രദ്ധേയമാണ്. കൃത്യമായി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തന്നെ അത് BJPയുടെ ദേശീയ നേതൃത്വം തന്നെ ആസൂത്രണം ചെയ്തിരിക്കുന്നു. ദീർഘനാൾ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിച്ച് സാധ്യതകൾ വിലയിരുത്തിയതിനു ശേഷമാണ് 3 മാസത്തിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് 4ാം വട്ടവും കേരളത്തിൽ പ്രചാരണത്തിനെത്തുന്നത്. ഇവിടം കൊണ്ട് തീരുന്നില്ല. 19-ന് വീണ്ടും പാലക്കാട്ടേക്ക് പ്രധാനമന്ത്രി എത്തുന്നു. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് നാളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ പാലക്കാട്ട് നടക്കുന്ന റോഡ് ഷോ പ്രധാനമന്ത്രിയുടെ രാജ്യത്തെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് റോഡ് ഷോ ആയി മാറാനും സാധ്യതയുണ്ട്. ദക്ഷിണേന്ത്യയിൽ ആകമാനം മോദിയുടെ പ്രഭാവത്തിൽ BJPക്ക് നേട്ടമുണ്ടാകുമെന്ന കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ കന്യാകുമാരിയിൽ വലിയ പൊതുസമ്മേളനത്തിൽ മോദി അഭിസംബോധന ചെയ്യുന്നു. തിരിച്ച് നേരെ കേരളത്തിൽ പത്തനംതിട്ടയിലെത്തുന്നു. പത്തനംതിട്ടയിൽ അവിടെ നമ്മൾ കണ്ടതാണ്, അയ്യപ്പന് ശരണം വിളിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗം തുടങ്ങിയത്. കാരണം ശബരിമല വിഷയം ആളിക്കത്തുന്ന ഘട്ടത്തിൽ അവിടെ പത്തനംതിട്ടയിൽ K. സുരേന്ദ്രൻ മത്സരിച്ചു. വലിയ രീതിയിൽ ജനപിന്തുണ K. സുരേന്ദ്രന് ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഈ തവണ ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യമിട്ടുള്ള പ്രചാരണം മുന്നോട്ട് പോകുന്നു. അനിൽ ആന്റണി പത്തനംതിട്ട പിടിച്ചെടുക്കും, അട്ടിമറി വിജയം ഉണ്ടാകുമെന്ന കണക്കുകൂട്ടൽ തന്നെയാണ്. എല്ലാ തരത്തിലുമുള്ള പ്രചാരണം ഇവിടെ BJP ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതിന് എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കുന്നു. ഒരുപക്ഷെ A ക്ലാസ് മണ്ഡലങ്ങൾ ഒക്കെ ഉണ്ടായിട്ടും ഈ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് ശേഷം നരേന്ദ്രമോദി പത്തനംതിട്ടയിലേക്ക് എത്തിയതിന് പിന്നിൽ വലിയ ലക്ഷ്യങ്ങളുണ്ട്, വലിയ സാധ്യതയുണ്ട്. പത്തനംതിട്ടയെ ചെറുതായി കാണുന്നില്ല BJP. വലിയ പ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുന്നു എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് റോഷിപാൽ.